ശ്രീ കെ ജെ ജേക്കബ്, ഇന്നത്തെ ഈ സമരം SFI മണിക്കൂറുകളോളം നീണ്ടുനിന്ന സമരമാണ്. വിവിധ സർവകലാശാലകളിൽ നിന്ന്, ഞാനത് ആവർത്തിക്കേണ്ട കാര്യമില്ല, കണ്ടതാണ്. ഈ ഒരു സമരത്തിൻ്റെ വിഷയപരമായ അനിവാര്യത വളരെ പ്രധാനപ്പെട്ടതാണോ? രണ്ട്, സർവകലാശാലയിൽ ഒരു ഉത്തരവ് വന്ന് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുന്നു, വൈസ് ചാൻസലറുടേത്. അത് കോടതിയിൽ ചോദ്യം ചെയ്യുന്നു. സിൻഡിക്കേറ്റ് അതിനിടയിൽ ഒരു നിലപാട് സ്വീകരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ രജിസ്ട്രാറുടെ സസ്പെൻഷൻ യൂണിവേഴ്സിറ്റി ചട്ടപ്രകാരം റദ്ദു ചെയ്യുന്നു. കോടതിയിൽ വന്ന കേസ് പിൻവലിക്കുന്നു. ഇതാകെയും ഏത് നിലയിലാണ് മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ BJP പ്രതിനിധി അതിന് കൊടുത്തൊരു നറേഷൻ താങ്കളുടെ മുമ്പിലുണ്ടല്ലോ. അപ്പോൾ നിയമപരമായും രാഷ്ട്രീയമായും ഇപ്പോഴത്തെ ഈ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് താങ്കളുടെ ഒരു നിരീക്ഷണം എന്താണ്? ശരത്, രണ്ടാമത്തെ ചോദ്യം ആദ്യ ഉത്തരം പറയാം. ഞാൻ BJP പ്രതിനിധി സംസാരിച്ചു തുടങ്ങിയപ്പോൾ ആദ്യം അദ്ദേഹം വളരെ കറക്റ്റായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. പക്ഷെ രണ്ടാമത് അദ്ദേഹം കാണിച്ചത് കോടതി വിധിയെ തലകുത്തി നിർത്തി വ്യാഖ്യാനിക്കുന്ന പരിപാടിയാണ്. അദ്ദേഹം രജിസ്ട്രാർ അദ്ദേഹത്തിന്റെ പരാതി പിൻവലിച്ചു എന്നുള്ള സത്യമാണ്. എപ്പോഴാണ് അദ്ദേഹത്തിന്റെ പരാതി എന്തായിരുന്നു? അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത തീരുമാനത്തിനെതിരെയാണ് അദ്ദേഹം കോടതിയിൽ പോയത്. സസ്പെൻഡ് ചെയ്ത തീരുമാനം സസ്പെൻഡ് ചെയ്യാൻ വൈസ് ചാൻസലർക്ക് അധികാരമില്ലെന്നും അതിനുള്ള അധികാരം സിൻഡിക്കേറ്റിനാണെന്നും സിൻഡിക്കേറ്റ് പറയുകയും അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ പിൻവലിക്കുകയും ചെയ്തു. അപ്പൊ അദ്ദേഹത്തിന് പിന്നെ പരാതിയില്ല. ആ പരാതി ഇൻഫ്രക്ച്വസ് ആയി. അതുകൊണ്ടാണ് അദ്ദേഹം പരാതി പിൻവലിച്ചത്. അദ്ദേഹത്തിന് എന്നെ സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞ് കോടതിയിൽ പോകുന്നു. സസ്പെൻഡ് ചെയ്ത ആൾക്ക് ആ ഉത്തരവിടാനുള്ള അവകാശം ഇല്ല എന്ന് കോടതി എന്താ പറഞ്ഞത്? ഈ തീരുമാനത്തിൽ, സിൻഡിക്കേറ്റിന്റെ തീരുമാനത്തിൽ വൈസ് ചാൻസലർക്ക് പ്രശ്നമുണ്ടെങ്കിൽ ചാൻസലറുടെ അടുത്ത് പരാതി കൊടുക്കാം എന്നുള്ളതാണ്. ആ കോടതി ഉത്തരവ് രജിസ്ട്രാർക്കെതിരെയല്ല, വൈസ് ചാൻസലർക്കാണ് അതിന്റെ പ്രശ്നം. അവരാണ് ഇനി പോകേണ്ടത്. ഗവർണറുടെ അടുത്ത് ഈ തീരുമാനം തെറ്റായിപ്പോയെന്നാണ്. അതായത് രജിസ്ട്രാർക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ കംപ്ലൈന്റ് ഇല്ല. അയാൾ രജിസ്ട്രാറായിട്ട് തുടരുകയാണ്. അയാൾക്ക് എന്ത് പരാതിയാണുള്ളത്? അതുകൊണ്ടാണ് അയാൾ പരാതി പിൻവലിച്ചത്. അല്ലാതെ അയാൾ പിൻവാതിൽ കൂടി ഇറങ്ങി പോവുകയല്ല ചെയ്തത്. അയാളുടെ പരാതി വേറൊരു തരത്തിൽ പരിഹരിക്കപ്പെട്ടു. അയാളുടെ സസ്പെൻഷൻ കോടതിയെ കുറിച്ചൊന്നും പറയാം. സത്യത്തിൽ അങ്ങനെ ഒരു സിൻഡിക്കേറ്റ് തീരുമാനം കോടതിയുടെ പരിഗണനയിരിക്കുന്ന ഒരു കാര്യത്തിൽ സിൻഡിക്കേറ്റ് തീരുമാനം എടുക്കാൻ പാടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷേ കോടതി ഇതിനെക്കുറിച്ചൊന്നും പറയാത്ത സ്ഥിതിക്ക് സിൻഡിക്കേറ്റിന്റെ തീരുമാനം കോടതി അംഗീകരിക്കുകയാണ് ചെയ്തത്. കാരണം ആ പ്രശ്നത്തിൽ പരാതി ഉണ്ടെങ്കിൽ ചാൻസലറുടെ അടുത്ത് വൈസ് ചാൻസലർ പോകണം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ബോയ്സ് ഇൻ വൈസ് ചാൻസലേഴ്സ് കോർട്ട്, അതല്ലാതെ രജിസ്ട്രാറുടെ അടുത്തല്ല. രണ്ടാമത്തെ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരത്, എനിക്ക് തോന്നുന്നു SFI ഇന്ന് കേരളത്തിൽ നടത്തിയ സമരത്തെ നമ്മൾ ഇന്നത്തെ സമരമായിട്ടല്ല കാണേണ്ടത്. ഇത് നമ്മുടെ നാട്ടിലെ സർവകലാശാലകൾ അട്ടിമറിക്കാനുള്ള സംഘപരിവാറിന്റെ ഏകദേശം 2-3 വർഷത്തെ നിരന്തരമായ ശ്രമത്തിന്റെ അവസാനമാണ് ഇത് വരുന്നത്. നമ്മൾ കണ്ടതാണ് ഇത് എവിടെയാ തുടങ്ങുന്നതെന്ന്. ഇത് കേരളത്തിൽ ഒരു വൈസ് ചാൻസലറെ തിരഞ്ഞെടുക്കുന്നതിലുള്ള ടെക്നിക്കലായിട്ടുള്ള നിയമത്തിന്റെ ഒരു ടെക്നിക്കൽ ഫോൾട്ട് അതുണ്ട് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരു വൈസ് ചാൻസലറെ സുപ്രീം കോടതി അവരുടെ നിയമനം അസാധുവാക്കി. ആ പർട്ടിക്കുലർ സുപ്രീം കോടതി വിധി വെച്ച് കേരളത്തിലെ 6 സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരെ പഴയ ചാൻസലർ പുറത്താക്കി. അതിലൊക്കെ ഗംഭീരമായ ബയോഡാറ്റയുള്ള 3-4 അന്താരാഷ്ട്ര രംഗത്ത് നിങ്ങൾക്ക് കൊണ്ടുപോയി കാണിക്കാൻ പറ്റുന്ന ബയോഡാറ്റയുള്ള കണ്ണൂർ വൈസ് ചാൻസലർ ഉണ്ടായിരുന്നു, സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയിരുന്നു, കോട്ടയം യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഉണ്ടായിരുന്നു, തിരുവനന്തപുരം കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ. ഇവരെ ഒക്കെ പുറത്താക്കി ഗവർണറുടെ തന്നിച്ഛ പ്രകാരം കേരളത്തിലെ ഒരൊറ്റ അസംബ്ലി സീറ്റിൽ ജയിക്കാത്ത RSSന്റെയും സംഘപരിവാറിന്റെയും പ്രതിനിധികളെ കുത്തിക്കയറ്റി സെനറ്റും സിൻഡിക്കേറ്റും വൈസ് ചാൻസലറെയും കൊണ്ട് കേരളത്തിലെ സർവകലാശാലകളെ നിയന്ത്രിക്കാനുള്ള സംഘപരിവാറിന്റെ ഒരു 3-4 വർഷത്തെ പ്രോജക്ടിന്റെ അതിന്റെ എല്ലാ മര്യാദകളും ലംഘിച്ചു വന്നപ്പോഴാണ് ഇന്ന് പിള്ളേർ സമരത്തിൽ ഇറങ്ങിയത്. അവർക്കത് കണ്ടു നിൽക്കാൻ പറ്റില്ല. കാരണം ഇതിന്റെ അകത്ത് സെനറ്റിലും സിൻഡിക്കേറ്റിലും സെനറ്റ് കൊടുത്ത യൂണിവേഴ്സിറ്റി കൊടുത്ത ലിസ്റ്റ് എടുത്ത് കൊട്ടയ്ക്കകത്തിട്ട് അവർക്ക് തോന്നുന്നത് ഗവർണർ അയാൾക്ക് തോന്നുന്ന ആളെ സെനറ്റിലേക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. അത് കോടതി റദ്ദാക്കിയിട്ടുണ്ട്. നമ്മളിതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കണ്ണിന് മുമ്പിൽ ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിയമപരമായി ഗവർണർ എന്ന പദവിയോടും ചാൻസലർ എന്ന പദവിയോടും നമ്മൾ കാണിക്കുന്ന മര്യാദ നമ്മൾക്ക് കേരളത്തിലെ മലയാളികൾക്ക് തിരിച്ചു കിട്ടുന്നതാണ് പ്രശ്നം. ഇങ്ങനെ തോന്നിയാസങ്ങൾ തന്നെ കാണിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കേരള നിയമസഭ ഒരു ബില്ല് പാസാക്കിയത്. ഈ ഗവർണറുടെ സ്ഥാനത്ത്, ഈ ചാൻസലറുടെ സ്ഥാനത്ത് നിന്നും ഗവർണറെ മാറ്റിക്കൊണ്ടുള്ള നിയമം. ഈ നിയമം ഇപ്പോഴും ഗവർണർ എടുത്തിരിക്കുകയാണ്. ഗവർണർ അതുവരെ സൈൻ ചെയ്തിട്ടില്ല. അങ്ങനെ ഗവർണർക്ക് തോന്നുന്ന പോലെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ല കേരളത്തിലെ നിയമസഭ പാസ്സാക്കുന്നത്. RSSന് കേരളം ഭരിക്കാൻ പറ്റുന്ന സമയത്ത് നിങ്ങൾ പാസ്സാക്കിയോ നിയമം, ഗവർണറെ തിരിച്ചു കൊണ്ടെന്ന് വെച്ചോ. അതിനു മുമ്പേ കേരളത്തിലെ നിയമസഭ പാസ്സാക്കിയ ബില്ല് അതിൽ ഒപ്പിട്ട് ആ നിയമം പാസ്സാക്കണം. ആ നിയമം പാസ്സാക്കി ആ നിയമത്തിനനുസൃതമായിട്ട് കേരളത്തിൽ ചാൻസലർമാരെ നിയമിക്കണം. SFIയുടെ സമരത്തിന്റെ അടിസ്ഥാനം അവിടെയാണ്. അത് കേരളം ഭരിക്കുന്നത് RSS ആയാലും BJP ആയാലും CPM ആയാലും കോൺഗ്രസ് ആയാലും
സർക്കാരിന്റെ തീരുമാനത്തിന്, നിയമസഭയുടെ തീരുമാനത്തിന് ബലം വേണം. അതിനൊരു മനുഷ്യ വോട്ട് ചെയ്ത് ജയിപ്പിച്ച നിയമസഭയാണ്. ആ നിയമസഭ പാസ്സാക്കുന്ന ബിൽ അനുസരിച്ച് കേരളത്തിലെ സംസ്ഥാന സർവകലാശാലകൾ പ്രവർത്തിക്കാൻ പാടുള്ളൂ. അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത എവിടെ നിന്നോ വന്ന ഒരാള് അയാൾക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ എന്തും ചെയ്യാം എന്നുള്ളൊരവസ്ഥ വന്നു കഴിയുമ്പം അത് കണ്ടു നിൽക്കാൻ കേരളത്തിലെ മനുഷ്യർക്ക് പറ്റില്ല. സത്യത്തിൽ ഇത് SFIയുടെ സംസ്ഥാന സെക്രട്ടറി പറയാൻ ഞാൻ കിട്ടുന്നത് SFIയും ഗവർണറും തമ്മിലുള്ള പ്രശ്നമല്ലെന്ന്. സത്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് SFIയും ഗവർണറും തമ്മിലുള്ള പ്രശ്നമല്ല, ഇത് പൊതുസമൂഹത്തിന്റെ പ്രശ്നമാണ്, കേരളത്തിന്റെ പ്രശ്നമാണ്. കേരളത്തിലെ സർവകലാശാലകളിൽ മുഴുവൻ കേരളത്തിന്റെ രാഷ്ട്രീയ സാംസ്കാരിക ജീവിതവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളെ കൊണ്ടുവന്ന് കുത്തിനിറച്ച് നമുക്ക് പരിചയമില്ലാത്ത ഭാഷയിൽ സംസാരിക്കുമ്പോൾ നാട്ടിലെ പിള്ളേരെ എതിർക്കും. അതിന് നിങ്ങൾക്ക് സമരാഭാസമെന്നോ എന്ത് വേണമെങ്കിലും പറയാം, പക്ഷെ അവരവിടെ ഉണ്ടാവും. ഈ തോന്നിയാസം, അതായത് ഗവർണർ എന്ന് പറയുന്ന പദവി ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട്, സർവകലാശാല നിയമങ്ങൾ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട്, ഭരണഘടന ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട്, സുപ്രീം കോടതി വിധി അട്ടിമറിച്ചുകൊണ്ട്, സുപ്രീം കോടതി വിധി കൃത്യമാണ്, നിങ്ങൾ 3 മാസത്തിൽ ബില്ല് പാസ്സാക്കണം, എല്ലാ നിയമങ്ങളും നമ്മൾ കേന്ദ്രത്തിന് അയക്കാൻ പറ്റില്ല എന്നുള്ള സുപ്രീം കോടതി വിധിയുണ്ട്. ഗവർണർ ഭരണഘടനാപരമായിട്ട് പെരുമാറണം, ആ ബില്ലിൽ സൈൻ ചെയ്യണം, എന്നിട്ട് സംസ്ഥാന സർക്കാർ തീരുമാനിക്കാൻ പറ്റണം. അപ്പോൾ ഈ സമരം ഒന്നും ഉണ്ടാകില്ല. എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത്? എന്ത് ധാരണയുടെ പുറത്താണ് ഗവർണർ ബിൽ സൈൻ ചെയ്യാത്തത്? എന്താണ് എന്ത് ന്യായമാണ് പറയാനുള്ളത്? അതുകൊണ്ട് ഭരണഘടനാപരമായി ഗവർണർ പ്രവർത്തിക്കണം എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട് SFIയുടെ സമരം. കേരളത്തിലെ മുഴുവൻ മനുഷ്യരുടെയും സമരമാണ് ഇന്ന് കേരളത്തിലെ സർവകലാശാലകൾ SFIക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്.